ഹായ് ഓൾ. സോ നമ്മൾ ഇന്ന് ക്ലാസ് 9 സെൽ ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ ഒരു മേജർ ആയിട്ടുള്ള ഒരു നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മൈറ്റോകോൺഡ്രിയ എന്നുള്ളത്. സോ നമ്മൾ സെൽ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഉള്ളിൽ ഇതിനകത്ത് നമ്മൾ കുറെ ഓർഗനൈസേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത്, പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയാം. നോർമലി മൈറ്റോകോൺഡ്രിയ നമ്മൾ സെല്ലുലാർ റെസ്പിറേഷനിൽ ഇൻവോൾവ് ചെയ്യാറുണ്ട്, ATP പ്രൊഡക്ഷനിൽ അവർ ഇൻവോൾവ് ചെയ്യാറുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേ തന്നെയാണ് മൈറ്റോകോൺഡ്രിയ. സോ ഒരു മൈറ്റോകോൺഡ്രിയന്റെ സ്ട്രക്ചർ നമ്മളോട് വരയ്ക്കാൻ പറയും, അതിൽ ഓരോ സ്ട്രക്ചേഴ്സിന്റെ ലേബലിംഗ് നമ്മളോട് ചോദിക്കും, അതിന്റെ ഫംഗ്ഷൻസ് എന്താണ് എന്നൊക്കെ നമ്മളോട് ചോദിക്കും. സോ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് ഒന്ന് കാണാം. ഓക്കെ, സോ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പവർ ഹൗസ് ഓഫ് ദ സെൽ ആണെന്ന്. ഓക്കെ, പവർ ഹൗസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൽ എന്തുണ്ട്, ഒരു എനർജി പ്രൊഡക്ഷൻ ആണ് അവിടെ ഉള്ളത് അല്ലെ. സോ നമുക്കൊന്ന് മൈറ്റോകോൺഡ്രിയന്റെ ഉള്ളിൽ എന്തൊക്കെ ലെയേഴ്സ് ആണുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണുള്ളത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഓക്കെ, സോ ഞാൻ ആദ്യം ഒന്ന് മൈറ്റോകോൺഡ്രിയനെ വരച്ചു തരാം. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രത്തിലൂടെ നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആക്കി തരാം, എന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മൈറ്റോകോൺഡ്രിയന്റെ ഡയഗ്രത്തിലേക്ക് പോവാം. ഓക്കെ, സോ മൈറ്റോകോൺഡ്രിയ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ വരയ്ക്കുന്ന സമയത്ത് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുമ്പോൾ അതിനെന്താണ്, ഒരു ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ്. ഓക്കെ, സോ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. നമ്മൾ ക്ലോറോപ്ലാസ്റ്റിന്റെ ഒക്കെ സ്ട്രക്ചർ പഠിച്ചതുപോലെ തന്നെ ഇതിനും എന്തുണ്ട്, ഡബിൾ ലെയർ ഉണ്ട്. അവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് സ്വന്തമായിട്ട് DNA ഉണ്ടായിരുന്നു ക്ലോറോപ്ലാസ്റ്റിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ മൈറ്റോകോൺഡ്രിയക്ക് സ്വന്തമായിട്ട് DNAയും റൈബോസോംസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ നമുക്കൊന്ന് നോക്കി നോക്കാം. സോ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്ന ഒരു മെംബ്രെയിൻ നമുക്ക് ആർക്കുണ്ട്, ഇതാണ് നമ്മുടെ ഔട്ടർ മെംബ്രെയിൻ. ഓക്കെ, ഔട്ടർ മെംബ്രെയിൻ ഓഫ് ദ മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു ഔട്ടർ മെംബ്രെയിൻ വരയ്ക്കണം. ഓക്കെ, സോ ഔട്ടർ മെംബ്രെയിന്റെ ഉള്ളിൽ നമുക്ക് ഒരാളെ കാണാൻ വേണ്ടി പറ്റും. ഇതാ ഇങ്ങനെ നമുക്കൊരു സ്ട്രക്ചർ കാണാം. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു സ്ട്രക്ചർ കാണാം. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ മെംബ്രെയിൻ. ഓക്കെ, ഇന്നർ മെംബ്രെയിൻ എന്നാണ് പറയാം. ഓക്കെ, ഇന്നർ മെംബ്രെയിൻ നമ്മൾ പറയും. ഓക്കെ, സോ ഇതിന്റെ ഇടയിൽ നമുക്കൊരു സ്പേസ് കാണാൻ പറ്റും അല്ലേ, ഈ ഒരു സ്പേസ് കാണാം. ഇത് നമ്മൾ ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയും, ഇന്റർ മെംബ്രെയിൻ സ്പേസ്. ഓക്കെ, ക്ലിയർ അല്ലേ, ഇതാണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഔട്ടർ മെംബ്രെയിൻ പറഞ്ഞു, ഇന്നർ മെംബ്രെയിൻ പറഞ്ഞു, പിന്നെ എന്ത് പറഞ്ഞു, ഇന്റർ മെംബ്രെയിൻ സ്പേസും പറഞ്ഞു. ഓക്കെ, സോ ഇതിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാം, ഒരു ക്രിസ്റ്റേ എന്നൊരു പോർഷൻ കാണാം. ഇങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഇൻഫോൾഡഡ് ആയിട്ടുള്ള റീജിയൻസ് കാണുന്നില്ലേ, ഇത് കണ്ടോ, ഉള്ളിലേക്ക് ഇങ്ങനെ ഇൻഫോൾഡഡ് ആയിട്ടുള്ള റീജിയൻസ് കാണാലോ. ഇങ്ങനെ ഇൻഫോൾഡഡ് ആയിട്ടുള്ള റീജിയൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ഓക്കെ, ക്രിസ്റ്റേ എന്നാണ് നമ്മൾ വിളിക്കുക. ആൻഡ് ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പേസ് കാണാലോ. ഓക്കെ, ഒരു സ്പേസ് പോലത്തെ ഒരു സ്ട്രക്ചർ ഉള്ളിൽ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ദ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു ലെയർ ആണ്. ക്ലിയർ അല്ലേ. സോ ഇത്രയുമാണ് നമ്മൾ പെട്ടെന്ന് മൈറ്റോകോൺഡ്രിയന്റെ സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാക്കേണ്ടത്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇനിയും ആൾക്കാരുണ്ട്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് വേറൊരാളെയും കൂടെ കാണാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞു മൈറ്റോകോൺഡ്രിയക്ക് സ്വന്തമായിട്ട് മൈറ്റോകോൺഡ്രിയൽ DNA ഉണ്ടെന്നല്ലേ. സോ നമുക്ക് ഇതിലൂടെ എന്ത് കാണാം, മൈറ്റോകോൺഡ്രിയൽ DNAs ഒക്കെ ഇരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. മൈറ്റോകോൺഡ്രിയൽ DNAs ഒക്കെ കാണാൻ വേണ്ടി പറ്റും. സോ ഇതാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയൽ DNA മാത്രമല്ല നമുക്കുള്ളത്, മൈറ്റോകോൺഡ്രിയൽ റൈബോസോംസ് കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റുവേ. ഓക്കെ, മൈറ്റോകോൺഡ്രിയൽ റൈബോസോംസും കൂടെ നമുക്ക് ഇതിന്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ദിസ് വൺ ഇസ് റൈബോസോംസ്. ഓക്കെ ആണോ, ക്ലിയർ ആണോ, മൈറ്റോകോൺഡ്രിയൽ റൈബോസോംസ് ഒക്കെ ക്ലിയർ അല്ലേ. സോ ഇതാണ് നമ്മുടെ എന്താ മൈറ്റോകോൺഡ്രിയന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു, പെട്ടെന്ന് നമ്മളൊരു ഡയഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇങ്ങനെ ഒരു ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, നടുവിൽ ഇടയിൽ ഒരു ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്, പിന്നെ ഉള്ളിലേക്ക് ഇൻഫോൾഡഡ് ചെയ്തിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ ക്രിസ്റ്റേ എന്ന് പറയാം. ആൻഡ് ഉള്ളിലുള്ള സ്പേസിന്റെ മെട്രിക്സ് എന്ന് പറയും. ഓക്കെ അല്ലേ, മെട്രിക്സ് എന്ന് പറയും. ആൻഡ് വി ക്യാൻ സീ ദ മൈറ്റോകോൺഡ്രിയൽ DNA ആൻഡ് റൈബോസോംസ് ഇൻ ഇറ്റ്. ഓക്കെ അല്ലേ. സോ ഈ ഒരു ഡയഗ്രാം ആണ് നമ്മൾ പെട്ടെന്ന് മൈറ്റോകോൺഡ്രിയ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ച് നമ്മളൊന്ന് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഓക്കെ അല്ലേ. സോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മിസ് കാണിച്ചു തരാം. ദ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്ന മൈറ്റോകോൺഡ്രിയനെ പറ്റി നോക്കാം. ഓക്കെ, സോ മൈറ്റോകോൺഡ്രിയ ഇസ് കോൾഡ് ആസ് എ പവർ ഹൗസ് ഓഫ് ദ സെൽ. ഇവിടെ നിന്നാണ് നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനർജി ഏത് ഫോമിലാണ് നമുക്ക് ഉണ്ടാവുക, നമുക്കറിയാം അല്ലേ, ATP എന്ന ഫോമിലാണ് ഉണ്ടാവുക. വാട്ട് ഇസ് ATP? ATP എന്ന് പറയുന്നത് എഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന മോളിക്യൂൾ ആണ്. ഓക്കെ, സോ അതെന്താണ്, നമുക്ക് അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് നമ്മുടെ മൈറ്റോകോൺഡ്രിയ എന്ന് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും. മിസ് ഇപ്പോൾ വരച്ച് തന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നോക്കിക്കേ, ഇതാ നമുക്കൊരു ഔട്ടർ മെംബ്രെയിൻ കാണാൻ പറ്റും. ഓക്കെ, ഉള്ളിലുള്ളതാ ഈ ഒരു മെംബ്രെയിനാണ് നമ്മൾ ഇന്നർ മെംബ്രെയിൻ എന്ന് വിളിച്ചു. ഓക്കെ, ഇതിന്റെ ഇടയിൽ നമുക്കൊരു ഇന്റർ മെംബ്രെയിൻ സ്പേസ് ഉണ്ട്. ഇതാ ഈ ഒരു സ്പേസ് ആണ് ഇന്റർ മെംബ്രെയിൻ സ്പേസ് എന്ന് പറയുന്നത്.
ഓക്കെ, ഉള്ളിലേക്കുള്ള ഇൻഫോൾഡിങ്സ് കണ്ടില്ലേ, ഇതാ ഇങ്ങനെ നമുക്ക് കുറച്ച് ഇൻഫോൾഡിങ്സ് കാണാലോ. ഈ ഇൻഫോൾഡിങ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇന്നർ ഇൻഫോൾഡിങ്സ് ആണ്, ദ ഫോൾഡിങ്സ് ഓഫ് ദ ഇന്നർ മെംബ്രെയിൻ ആണ് ക്രിസ്റ്റേ എന്ന് പറയാം. ആൻഡ് യു ക്യാൻ സീ എ സ്പേസ് ഹിയർ, റൈറ്റ്. ഈ സ്പേസിനെ നമ്മൾ എന്ത് വിളിക്കും, നമ്മൾ അതിനെയാണ് മെട്രിക്സ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സീ ദ മൈറ്റോകോൺഡ്രിയൽ DNA ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും, കാരണം മൈറ്റോകോൺഡ്രിയക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്. ഓക്കെ അല്ലേ. ആൻഡ് യു ക്യാൻ സീ ദ റൈബോസോംസ് ഹിയർ ആൻഡ് ദെയർ, ഇവിടെയൊക്കെ നമുക്ക് എന്ത് കാണാം, റൈബോസോംസിനെയും കാണാം. ഓക്കെ അല്ലേ. സോ മേജർ ഫംഗ്ഷൻ ഓഫ് ദ മൈറ്റോകോൺഡ്രിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഫംഗ്ഷൻ ഈസ് വാട്ട്, ദാറ്റ് ഈസ് സെല്ലുലാർ റെസ്പിറേഷൻ ആൻഡ് ATP പ്രൊഡക്ഷൻ ആണ് അവർ മേജർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സെല്ലിലെ എയറോബിക് റെസ്പിറേഷൻ ഒക്കെ ഫാസ്റ്റ് ആയിട്ട് നടത്താനൊക്കെ ഇവരാണ് നമുക്ക് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആണോ, ക്ലിയർ അല്ലേ. സോ ദ ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, ദാറ്റ് ഇസ് സ്മൂത്ത് ആണ്, പോറസ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, അത് ഫോൾഡഡ്, ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ക്രിസ്റ്റേ എന്നാ വിളിക്കുക. ഓക്കെ അല്ലേ. ഇനി എന്തുള്ളത്, ക്രിസ്റ്റേ എന്തിനാണ് അവിടെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് ഏരിയ കൂട്ടിയിട്ട് അവിടെ എന്തുണ്ടാക്കണം, നമുക്ക് ATP പ്രൊഡക്ഷൻ കൂട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ എന്തുള്ളത്, ക്രിസ്റ്റേ എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് മെട്രിക്സിന്റെ ഉള്ളിൽ ആ ഭാഗത്തായിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റും, DNA, റൈബോസോംസിനെ ഒക്കെ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, മൈറ്റോകോൺഡ്രിയൽ DNA സർക്കുലർ DNA ആണെന്ന് ആലോചിക്കുക, റൈബോസോം 70S റൈബോസോം ആണ് നമുക്ക് അവിടെ ഉള്ളത് എന്നും കൂടെ ചിന്തിക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അവരുടെ മേജർ ഫംഗ്ഷൻസ് ആണ്. വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് മൈറ്റോകോൺഡ്രിയ എന്നുള്ളത്. ഓക്കെ, മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അവർ ഫ്ലൈറ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ആണ്, എറോബിക് ആയിട്ടുള്ള റെസ്പിറേഷനിൽ നമുക്ക് മേജർ ആയിട്ട് നമ്മുടെ പവർ ഹൗസ് ആയിട്ട് എനർജി ആയിട്ട് അവരെ യൂസ് ചെയ്യുന്നത് ആരെയാണ്, നമ്മുടെ മൈറ്റോകോൺഡ്രിയനാണ്. ഓക്കെ, ദേ ബ്രേക്ക് ഡൗൺ ഗ്ലൂക്കോസ് ആൻഡ് അതർ ഫുഡ് മോളിക്യൂൾസ് ആൻഡ് റിലീസ് എനർജി. നമുക്കറിയാം ഗ്ലൂക്കോസും ഓക്സിജനും ഉള്ളിൽ കയറുന്ന സമയത്താണ് സെൽ എന്ത് ചെയ്യുന്നത്, ഗ്ലൈക്കോളിസിസ് ഒക്കെ കയറി ക്രെബ് സൈക്കിളൊക്കെ ചെയ്തിട്ട് ഈ TC സൈക്കിൾസ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത്, ഈ ഒരു ഫ്ലോ ഫുള്ളി ആക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് നോർമലി എന്താണ്, എനർജി ആയിട്ടുള്ള ATP പ്രൊഡക്ഷൻ അവിടെ എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള മൈറ്റോകോൺഡ്രിയന്റെ ഫംഗ്ഷൻ. ക്ലിയർ ആണോ. സോ ഇങ്ങനത്തെ വീഡിയോസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു.